മിൽമ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തിരുവനന്തപുരം മേഖല സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളുടെ PDF ചെയ്തിട്ടുണ്ട്. മിൽമയുമായി ബന്ധമുള്ള ക്വസ്റ്റ്യൻസും ബേസിക് മാത്സ്, ബേസിക് ഇംഗ്ലീഷും കൂടാതെ ലെറ്റർ റൈറ്റിംഗ് ഫോമാറ്റും അടങ്ങിയതാണ് ഈ PDF ഉള്ളത്. മലയാളത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 50 രൂപ മാത്രമേ ഇതിന് ചിലവാക്കേണ്ടതുള്ളൂ. ആവശ്യമുള്ളവർ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുക. മലബാർ മേഖലയുമായി ബന്ധപ്പെട്ട സിലബസ് അനുസരിച്ചുള്ള PDF ഉടനെ തയ്യാറാക്കുന്നതാണ്. ഇനി എക്സാം ഡേറ്റ് എന്നാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. മിൽമ ഇതുവരെ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇനി സിലബസ് അനുസരിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. എല്ലാ സസ്തനികളുടെയും പാലിലെ പ്രധാന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ലാക്ടോസ്. എരുമപ്പാലിലെ ജലാംശം എത്ര ശതമാനമാണ്? 70 മുതൽ 75% വരെ. പാൽ കൊഴുപ്പിലെ മൃദുവായ കൊഴുപ്പുകൾ ഏതെല്ലാം? ഒലീക് ആൻഡ് ലോറിക്. പാലിലെ പ്രധാന പ്രോട്ടീൻ ഏതാണ്? കേസിൻ. പാലിലെ ധാതുക്കളുടെ ശതമാനം ഏകദേശം എത്രയാണ്? 0.7%. എന്തിൻ്റെ ഉൽപാദനത്തിലെ ഉപോൽപ്പന്നമാണ് വേ? ചീസ്. മൃദുവായ ചീസിന് ഒരു ഉദാഹരണം കോട്ടേജ്. കന്നുകാലികളുടെ പാലിൽ എത്ര തരം തദ്ദേശീയ എൻസൈമുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഏകദേശം 60. സൂപ്പർ HTST പാച്ചറൈസേഷന്റെ സൂചികയായി ഉപയോഗിക്കുന്ന നശിപ്പിക്കപ്പെടുന്ന എൻസൈം ഏതാണ്? ലാക്ടോ പെറോക്സിഡേസ്. റെന്നറ്റ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പ്രോട്ടീനേസുകൾ. UHT ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന താപനില എത്രയാണ്? 130 മുതൽ 140 ഡിഗ്രി സെൽഷ്യസ്. ലാക്ടോസ് എന്ന ഡിസാക്കറൈഡ് അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. CaCl2 കാൽസ്യം ക്ലോറൈഡ്. പാൽ, ചീസ് നിർമ്മാണത്തിൽ ചേർക്കുന്ന അളവ് എത്രയാണ്? 0.02%. പ്രോസസ് ചീസ് ബ്ലെൻഡിൽ എമൽസിഫൈഡിംഗ് ഏജന്റായി ഉപയോഗിക്കുന്നത് ഏതാണ്? ഗ്ലിസറൈഡുകൾ. പാൽ ഏതുതരം എമൽഷനാണ്? ഓയിൽ ഇൻ വാട്ടർ. സാധാരണ കന്നുകാലികളുടെ പാലിൽ ഏകദേശം എത്ര ശതമാനം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്? 3.5%. പാൽ പാച്ചറൈസ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? രോഗമുണ്ടാകുന്ന സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുക. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്കും എഡീമ ഉള്ളവർക്കും കഴിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നത് ഏതാണ്? കുറഞ്ഞ സോഡിയം പാല്. കുറഞ്ഞ സോഡിയം അടങ്ങിയ പാല്. ബാഷ്പീകരിച്ച പാൽ സാധാരണ മുഴുവൻ പാലിന്റെ കരവസ്തുക്കളേക്കാൾ ഏകദേശം എത്ര ഇരട്ടി സാന്ദ്രീകരിച്ചിരിക്കുന്നു? 2.25 ഇരട്ടി. കറവ പശുക്കൾക്ക് കുത്തിവച്ചാൽ 10 മുതൽ 15% കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വളർച്ചാ ഹോർമോൺ ഏതാണ്? ബോവൈൻ ഗ്രോത്ത് ഹോർമോൺ. ഫ്രീസിംഗ് സമയത്ത് ഐസ്ക്രീം മിശ്രിതത്തിലേക്ക് വായു അടിച്ചു കയറ്റുമ്പോൾ ഉണ്ടാകുന്ന അളവ് വർധനവിന് പറയുന്ന പേരെന്ത്? ഓവർ റൺ. അർദ്ധഖരാവസ്ഥയിലുള്ള ഐസ്ക്രീം ഏകദേശം എത്ര താപനിലയിലുള്ള ഹാർഡനിങ് റൂമിലാണ് വെക്കുന്നത്? -20 ഡിഗ്രി സെൽഷ്യസ്. സ്വിസ് ചീസിലെ കണ്ണുകൾ ഉണ്ടാകുന്നത് ഏതിൻ്റെ വളർച്ച മൂലമാണ്? പ്രൊപ്പിയോണി ബാക്ടീരിയം. തൈരിൽ അടങ്ങിയിട്ടുള്ള മിശ്രിത ലാക്റ്റിക് ആസിഡ് കൾച്ചറുകൾ ഏതെല്ലാമാണ്? ലാക്ടോബാസിലസ് വൾഗേറിക്കസും ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്. പാൽ കൊഴുപ്പിന്റെ ദ്രവണാങ്കം സാധാരണയായി എത്രക്കിടയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? 20 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ്. അയഡിൻ നമ്പർ അളക്കുന്നത് എന്തിൻ്റെ അളവാണ്? അപൂരിത ഗ്ലിസറൈഡുകൾ. പാൽ കൊഴുപ്പിന് മറ്റ് സാധാരണ കൊഴുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ശതമാനമുള്ളത് എന്താണ്? അസ്ഥിര ഫാറ്റി ആസിഡുകൾ. ബട്ടർ ഫാറ്റിന്റെ സാപ്പോണിഫിക്കേഷൻ നമ്പർ എത്രയാണ്? 231. ഷാർപ്പിന്റെ ഫോർമുല അനുസരിച്ച് 3.5% കൊഴുപ്പുള്ള പാലിന്റെ ഊർജ മൂല്യം എത്രയാണ്? 65.5. ലാക്ടോസ് ചെമ്പിന്റെ ഉപ്പിനെ ഏത് രൂപത്തിലേക്ക് ഓക്സീകരിക്കുന്നു? കുപ്രസ് ഓക്സൈഡ്. പാൽ കൊഴുപ്പിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്തിന്റെ സാന്നിധ്യമാണ്? കരോട്ടിനോയിഡുകൾ. ശരിയായ പാസ്ചറൈസേഷനുള്ള പരിശോധനകൾ ഏത് എൻസൈമിന്റെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ഫോസ്ഫറ്റേസ്. ഏത് എൻസൈമാണ് അന്നജത്തെ വിഭജിക്കുന്നത്? ഡയസ്റ്റേഴ്സ്.